ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതായത് നല്ല തുണി 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീതി വന്നിട്ട് വിഡ്ത്ത് വന്നിട്ട് 46 ഇഞ്ചാണ് വിഡ്ത്ത്. ഇതിപ്പോൾ ലൈൻസ് ഉള്ള മെറ്റീരിയലാണ്. ഞാനിതിനെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ഒരു 7 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 പീസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് വീതം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പീസിനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അത്രയും ലെങ്ത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കി എനിക്ക് തുണി 2 ആക്കി മടക്കിയിട്ടപ്പോൾ ലെങ്ത്ത് കിട്ടിയത് 34.5 ഇഞ്ചാണ്. ആ 34.5 ഇഞ്ച് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ 15 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. അവിടെയാണ് നമ്മൾ യോക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആ പീസിനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ പീസിനെ നമ്മളൊന്ന് 4 ആക്കി മടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം. ഈ ഭാഗവും ഓപ്പണിംഗ് ആണ്, അപ്പുറത്തെ ഭാഗവും ഓപ്പണിംഗ് ആണ്. ഈ ഭാഗമാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം. അവിടെ നിന്നാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യുന്നത്. വിഡ്ത്ത് വരുന്നത് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ച് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. 15 ഇഞ്ചാണ് ഓൾറെഡി ലെങ്ത്ത് എന്ന് പറഞ്ഞു. ഇനി 3.5 ഇഞ്ചാണ് നമ്മളെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 3.25 മാർക്ക് ചെയ്യുമ്പോഴാണ് 3.5 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കുമ്പം വരുന്നത്. ഫ്രണ്ടിലെ ഇറക്കം വന്നിട്ട് 6.5 ഇഞ്ചും ബാക്കിലെ ഇറക്കം 4.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഞാനെന്നിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. ഫ്രണ്ടിലൊരു റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ബാക്കിൽ ഒരു പോയിൻ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് വി വരയ്ക്കാതെയും കണ്ടിട്ട് ചെറുങ്ങനെ ഒരു റൗണ്ടും അല്ല എന്നാൽ വിയും അല്ലാത്ത പോലത്തെ ഒരു നെക്കാണ് വരച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ 7.5 ഇഞ്ചാണ്. ആ 7.5 ഇഞ്ചും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കുഴിച്ച് വരയ്ക്കണം. നമ്മൾ സാധാരണ ബാക്കിൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ കുഴിച്ച് വരയ്ക്കുക. ഒപ്പം 1/2 ഇഞ്ചിലേക്ക് നമ്മൾ ഷോൾഡർ ചരിച്ചുകൂടി വരച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആം ഹോൾ ഒന്നുകൂടി കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഒന്നുകൂടെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. വിഡ്ത്ത് 11.5 ഇഞ്ച്. ആ 11.5 ഇഞ്ച് അങ്ങനെ തന്നെ വിടുകയാണ്. പിന്നെ താഴത്തെ ഷേപ്പിൻ്റെ അവിടെയുള്ള അളവ് എത്രയാണെന്ന് വെച്ചാൽ 32/4 ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 10 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിലേക്ക് വേണ്ടിയിട്ട് ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്യും. അത് കട്ട് ചെയ്തിട്ടൊരു പീസ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ കട്ടിങ്ങും കഴിഞ്ഞു. ഇതാണ് നമ്മളെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ്. ഇനി നമുക്ക് അതേ അളവിൽ നല്ല മെറ്റീരിയലും കൂടി കട്ട് ചെയ്യണം. ഇനി നമ്മൾ സ്കേർട്ടിനേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങിന് എനിക്ക് വിഡ്ത്ത് ഒത്തിരി ഉണ്ട്, പക്ഷേ ലെങ്ത്ത് കിട്ടുന്നില്ല. വിഡ്ത്തും ലെങ്ത്തും സെയിം അളവാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ആ പീസ് നമുക്ക് മേലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററാക്കി മടക്കിയിടുമ്പോൾ വിഡ്ത്ത് 20 ഇഞ്ചും ലെങ്ത്ത് 21 ഇഞ്ചുമാണ് എനിക്ക് കിട്ടുന്നത്. 21 ഇഞ്ച് ലെങ്ത്തിൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 34 ഇഞ്ച് നല്ല മെറ്റീരിയലിന് ഇറക്കം വരുന്നുണ്ടല്ലോ. അപ്പം വെറും 21 ഇഞ്ച് അത് നമ്മൾ മടക്കിയും കൂടി തയ്ക്കുമ്പം തീരെ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചത്. എന്നിട്ട് ഇതേപോലെ ആ പീസ് 4 ആക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ ഇതേപോലെ ഒരു പോയിൻ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് കോണായിട്ട് വരയ്ക്കുകയാണ്, ആംഗിളായിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആ പീസ് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യാം. ഇത് ആണ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നല്ല തുണി. ഇത് നമ്മുടെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള നല്ല തുണി. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ 7 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കിയിട്ട് സാധാരണ ഒരു സ്ലീവ് തയ്ക്കാൻ 11 ഇഞ്ചൊക്കെയാണ് നമുക്ക് വിഡ്ത്ത് ആവശ്യം. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വിഡ്ത്തായിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് 7 ഇഞ്ചാണ് ഓൾറെഡി പറഞ്ഞു. ഇനി അതിൽ 4 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്
ഒരു ലൈൻ വരച്ചു. പിന്നെ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് അതുപോലെ കുഴിച്ചിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കോണാക്കി വരയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലും താഴെയും പ്രില്ല് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തല്ലോ, ആ പോയിൻ്റ് നമ്മൾ മുകളിലും താഴെയും ഒന്ന് ചെറിയ കട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഭാഗത്ത് ആണ് പ്രില്ല് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുകളിലും താഴത്തും കുഞ്ഞു കട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ലീവിന് വേണ്ടിയിട്ട്, ഇതാണ് നമ്മളെ സ്ലീവ്, കട്ട് ചെയ്തിട്ടുള്ള സ്ലീവ്. അപ്പോൾ അത് പ്രില്ലിട്ട് വരുമ്പോൾ കറക്റ്റ് അളവിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ആദ്യം യോക്ക് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നെക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വിയും അല്ല റൗണ്ടും അല്ല എന്ന് പറഞ്ഞ ഷേപ്പിലുള്ള നെക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ അതായത് നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആം ഹോൾ സൈഡും നെക്കിൻ്റെ സൈഡിലും നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ആദ്യം ആം ഹോളിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അടുത്ത ആം ഹോളും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ എന്താ പറയുക, ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ബാക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം, എന്നിട്ട് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സൈഡിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ആം ഹോളിൻ്റെ സൈഡിലും നെക്കിൻ്റെ സൈഡിലൂടെ ആയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. എന്നാൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തു. ഇതേപോലെ നമ്മൾ ബാക്ക് പീസും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പീസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബാക്ക് പീസ് മറിച്ചിട്ടാണ് ഇട്ടത്. ഫ്രണ്ട് പീസ് നമ്മൾ മറിക്കാതെ അതേ നല്ല പോലെ തന്നെയാണുള്ളത്. ഇനി നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്നത് പോലെ ബാക്ക് പീസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ 2 സ്റ്റിച്ച് കൊടുക്കണം. ഷോൾഡർ അടിക്കുമ്പോൾ എപ്പോഴും 2 അടി അടിക്കണം, അല്ലെങ്കിൽ വേഗം വിട്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതേപോലെ ഒരേപോലെ വെക്കുക. ഒപ്പം എന്താ പറയുക, നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിലാവണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. സെക്യൂർ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഒരു ബാൻഡ് പോലെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 ഇഞ്ച് ലെങ്ത്തുള്ള പീസ് വേണം. എനിക്കിവിടെ 8 ഇഞ്ചേ വിഡ്ത്ത് കിട്ടിയുള്ളൂ. വിഡ്ത്ത് എനിക്ക് കുറച്ചാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് കട്ട് ചെയ്തിട്ട് അതിലൊരു പീസിന് ഞാൻ ഇതേപോലെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. അതേപോലെ മറ്റേ പീസും കട്ട് ചെയ്യും. 2 പീസ് അതേപോലെ തന്നെ നിർത്തി ബാക്കി 2 പീസ് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ 2 സൈഡിലും വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കും. ഇതേപോലെ ഒരു സൈഡിൽ അടിച്ചു, അതേപോലെ മറ്റേ സൈഡിലും അടിച്ചു. നിങ്ങൾ വിചാരിക്കും നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ജോയിൻ ചെയ്താൽ പോരെയെന്ന് വിചാരിക്കും. കറക്റ്റ് സെൻറ്ററിൽ ജോയിൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് പോലെ ഇങ്ങനെ ബാൻഡിൽ വന്ന് നിൽക്കും. അത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. അതായത് ലോക്ക് കൊടുക്കാതെ ലൂസാക്കിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ ലോക്ക് കൊടുത്തിട്ടാണ് അടിക്കുക. അത് ലോക്ക് കൊടുക്കാതെ ലൂസാക്കിയിട്ട് അടിക്കുക. എന്നിട്ട് ഒരു നൂല് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ചെറിയ ചെറിയ ചുരുക്കുകൾ വന്നിട്ടുണ്ടാവും, അതായത് പ്രിൽസ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച നമ്മുടെ ബാൻഡ് അടിക്കാൻ വേണ്ടിയിട്ട്, താഴത്തെ ബാൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു മാറ്റി വെച്ച പീസ് ഉണ്ട്. ആ പീസിൻ്റെ സെൻറ്റർ എടുക്കുക. ആ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ അടിക്കുക. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ അടിക്കുക. അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സെൻറ്ററിൽ മാത്രമേ ചുരുക്ക് വരുന്നുള്ളൂ. ഫുള്ള് ചുരുക്ക് ഇട്ട് കൊടുക്കുന്നില്ല, സെൻറ്ററിൽ മാത്രമേ ചുരുക്ക് വരാൻ പാടുള്ളൂ. ഇതേപോലെ സെൻറ്ററിലാണ് ചുരുക്ക് വരേണ്ടത്. ബാക്കി ഭാഗം നോർമൽ സാധാരണ അടിക്കുന്നത് പോലെ ചുരുക്കില്ലാണ്ടാണ് അടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ചോളം വീതിയുള്ള
ബാൻഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടാകെ 5 ഇഞ്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ മടക്കിയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചോളം വീതിയുള്ള ഇതുപോലത്തെ ഒരു ബാൻഡ് കിട്ടും. അപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കുമ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടാണല്ലോ അടിക്കുക. അതായത് സ്ലീവ് സൈഡ് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സൈഡിലേക്കും അറ്റാച്ച് ചെയ്തത്. ഇനി നമ്മളിപ്പോൾ താഴത്തല്ലേ ബ്രില്ലിട്ടുള്ളൂ, നമുക്ക് മുകളിലും ബ്രില്ലിടണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും പോയിന്റിൽ കുഞ്ഞു ബ്രില്ലിടണമെങ്കിൽ അങ്ങനെ ഇടാം. അതല്ലെങ്കിൽ ഇപ്പം ചെയ്ത പോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പ്രില്ലിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അത് പ്രില്ലിട്ട് എടുത്തതിന് ശേഷം ഞാൻ സാധാരണ എങ്ങനെയാണോ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് അതുപോലെ ഇവിടെ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് അടിച്ചു, പിന്നെ മറ്റേ സൈഡ് അടിച്ചു. ഇതേപോലെ ആദ്യം ഒരു സൈഡ് അടിച്ചു, പിന്നെ മറ്റേ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സ്ലീവ് നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഫൈനൽ ലുക്കായിട്ടുണ്ടാവുക. ഇനി സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പഫ് അതേപോലെ വന്നിട്ടുണ്ടാവും. ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ഭാഗവും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് 2 പീസിനും ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു പ്രിൽസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കുകയാണ്. നേരത്തെ നമ്മൾ സ്ലീവിൽ ചെയ്ത അതേ ഭാഗം തന്നെ. പക്ഷേ സ്ലീവിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ മാത്രമേ പ്രില്ല് കൊടുത്തുള്ളൂ. ഇവിടെ നമുക്ക് ഫുള്ള് പ്രില്ല് വേണം. ഫുള്ള് പ്രില്ലെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ കറക്റ്റ് അടിവശം എത്ര വിടുത്തുണ്ടോ ആ വിടുത്തിനനുസരിച്ചിട്ട് പ്രില്ല് വേണം. ഇനി നമ്മൾ ലൈനിങ് മെറ്റീരിയലിൽ ഒരു പീസ് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് ഇതേപോലെ അടിച്ചെടുക്കുക. അടിച്ച് നിവർത്തി എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കാരണം നമുക്ക് ലെങ്ത്ത് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ വിടുത്തിനനുസരിച്ചിട്ട് നമ്മൾ നല്ല സ്കേർട്ട് പ്രില്ലിട്ട് എടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഈ എന്താ പറയുക ലൈനിങ് മെറ്റീരിയലിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ലൈനിങ് മെറ്റീരിയൽ നല്ല തുണി അതായത് നല്ല ഭാഗം ഇടുക. അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല തുണീൻ്റെ ചീത്ത വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അതേപോലെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ ഇതേപോലെ സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഇതുപോലെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കട്ട് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്കേർട്ടിലും കട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് അടിവശം ഒന്ന് മടക്കി തയ്ക്കണം. ലൈനിങ്ങിൻ്റെയും അടിവശം മടക്കി തയ്ക്കണം. നല്ല സ്കേർട്ടിൻ്റെയും അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് സൈഡ് അടിക്കാൻ. നമ്മൾ നേരത്തെ സീം അലവൻസ് വെച്ചിട്ട് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഇഞ്ച് വിട്ടിട്ട്. ആ വിട്ട അതേ അളവിൽ നമ്മൾ സൈഡും കൂടി അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.